ഹലോ, എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കടച്ചക്ക കറിയാണ്. തേങ്ങ വറുത്തരച്ച കടച്ചക്ക കറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കടച്ചക്ക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ 2 കടച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമ്മൾക്ക് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഇത് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ ഒരു കടായിലേക്ക് കടച്ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം സവാള വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു വലിയ തക്കാളി കൂടി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കടായിൽ വെക്കുന്നതിന് പകരം കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾക്കിപ്പോൾ ചേർക്കാം. ഇനി കടച്ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പാത്രം അടച്ചു വെച്ച് കടച്ചക്ക നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്കിത് കുക്കറിൽ ഒരു 2 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമ്മൾക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചിരകിയെടുത്തത് നമ്മൾക്ക് ചേർക്കാം. ഒരു മീഡിയം സൈസ് തേങ്ങയാണിത്. ഇതിലേക്ക് 3 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞതും 2 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തേങ്ങയിലെ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇപ്പോൾ തേങ്ങയെല്ലാം ഏകദേശം ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ വറുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ കുരുമുളക് ആയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്തരച്ച കറികൾക്കെല്ലാം തേങ്ങ നല്ല ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ നന്നായി വറുത്തെടുക്കണം. ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. നമ്മളെപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. ആ തേങ്ങയുടെ ചൂടിൽ കിടന്ന് പൊടികൾ നന്നായി മൂത്ത് വരും. ഇനി നന്നായി ഒന്ന് ഇളക്കി തേങ്ങയുമായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ ഇതിന്റെ പച്ചമണമെല്ലാം നന്നായി മാറി വരും. ഇപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് തണുക്കാനായി ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കടച്ചക്കയെല്ലാം 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കടച്ചക്കയെല്ലാം നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾക്ക് ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇടാം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചെടുത്തു കൊണ്ടുവരാം. ഇപ്പം ഞാനിവിടെ തേങ്ങാക്കൂട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചത് കൊണ്ടാണ് അരപ്പിന് ഈ ഒരു കളറ് വന്നത്. നിങ്ങൾക്ക് അഥവാ അരച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ കടച്ചക്കയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് കറിയിലേക്കുള്ള ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി പാത്രം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി നമ്മൾക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് താളിക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. കുറച്ച് വറ്റൽമുളക് കൂടി നമ്മൾക്ക് ചേർക്കാം. ഇനി ഉള്ളിയെല്ലാം ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.